ഖത്തറിലെത്തി 2 മാസമായിട്ടും വാഗ്ദാനം ചെയ്ത ജോലിയോ ശമ്പളമോ ലഭിക്കാത്ത 150 മലയാളികളടക്കം 300ഓളം തൊഴിലാളികളുടെ പ്രശ്നം കഴിഞ്ഞ ദിവസം മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. ടാക്സി കമ്പനിയിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് തിരുവനന്തപുരത്തെയും എറണാകുളത്തെയും ട്രാവൽ ഏജൻസികൾ മുഖേന ഇവരെ ഖത്തറിലെത്തിച്ചത്. എന്നാൽ 2 മാസം കഴിഞ്ഞിട്ടും ശമ്പളം ലഭിക്കുന്നില്ലെന്ന പരാതിയെ തുടർന്ന് പോലീസ് പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു. ഇതേ തുടർന്നാണ് അടിസ്ഥാന ശമ്പളമായ 900 റിയാൽ വീതം 2 മാസത്തെ ശമ്പളം തൊഴിലാളികൾക്ക് നൽകാൻ കമ്പനി തയ്യാറായത്. അതേസമയം കമ്പനി എന്ന് പ്രവർത്തനം തുടങ്ങുമെന്ന് അധികൃതർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഈ ശമ്പളത്തിന് ജോലി ചെയ്യാൻ താൽപ്പര്യമില്ലാത്തവരെ നാട്ടിലേക്ക് കയറ്റി അയക്കാമെന്നും കമ്പനി അധികൃതർ പറഞ്ഞതായി തൊഴിലാളികൾ പറഞ്ഞു. ഇതനുസരിച്ച് 60ലധികം തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവർക്ക് നഷ്ടപരിഹാരം നൽകാൻ റിക്രൂട്ട് ചെയ്ത ട്രാവൽ ഏജൻസിയോട് ആവശ്യപ്പെട്ടതായി ഖത്തറിലെ ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ ശശികുമാർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. അത് അവരുടെ കേസ് നമ്മൾ ഓഫ് കോഴ്സ് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റുമായിട്ട്. അത് ഇൻഫാക്ട് ഗവൺമെന്റുമായിട്ട് മാത്രമല്ല അവരെ അയച്ച ഏജൻസിയുമായിട്ട് നമ്മൾ ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇവരെ ഖത്തറിലേക്ക് അയച്ച ട്രാവൽ ഏജൻസിയുടെ ലൈസൻസ് കാലാവധി കഴിഞ്ഞതായും ശശികുമാർ പറഞ്ഞു. നമുക്കറിയാൻ കഴിഞ്ഞത് അവര് ഇൻഫാക്ട് ലൈസൻസ് എക്സ്പയർ ആയിരിക്കുന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അത് ഒരു റിന്യൂ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മുജീബ് റഹ്മാൻ, മീഡിയ വൺ, ദോഹ.